ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ വേദ പഠന പരമ്പരയുടെ ഭാഗമായി ദൈവവചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇത് ഓരോ ദിവസവും ഇന്ന് പറയുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നാളെ വരുന്നത്. അപ്പോൾ ആദ്യമായി കേൾക്കുന്നവർക്കൊരു പക്ഷേ ഇതിൻ്റെ മുൻ ഭാഗം ഏതാണെന്ന് സംശയമുണ്ടാകാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ തുടർച്ചയായി കേൾക്കാൻ ശ്രമിക്കുക, ഇല്ല എങ്കിൽ ഇത് യൂട്യൂബിൽ ഇതോടൊപ്പം തന്നെ യൂട്യൂബിൽ ഇത് കയറ്റിവിടുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും എല്ലാ ദിവസത്തെയും വിഷയം യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, പഠിക്കാൻ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനൊക്കെ അവസരമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഓരോ ദിവസവും ഈ പാഠങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും, നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അതിനുള്ള ഒരു ശ്രമം കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതാ, ലോകം അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ഇന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലോകത്ത് അനീതികളുടെ ഒരു വിളയാട്ടം നടക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ കാണുന്ന അനീതികൾ, അതുപോലെ തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, ഇതൊക്കെ ഏത് മനസ്സിനും മാംസ ഹൃദയങ്ങൾക്കെല്ലാം വേദന ഉളവാക്കുന്ന നിരവധിയായ അനുഭവങ്ങളാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടും നിറവേറുന്നത്, നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള സംശയം, അങ്ങനെ സംശയിക്കുന്നതിന് യാതൊരു അപാകതയുമില്ല. തീർച്ചയായും അവരുടെ സംശയം തികച്ചും യുക്തിയുക്തമാണ്. അപ്പോൾ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ആ ദൈവം എന്തുകൊണ്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നു? ഇനി മറ്റൊന്ന്, അനേക മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരുവൻ ഇവിടെ പാപിയായി ജീവിച്ചാൽ അവനെ ഒരു നിത്യദണ്ഡനത്തിന്, നിത്യ ശിക്ഷയ്ക്ക്, നരകത്തിന് അവന്റെ ആത്മാവിനെ അങ്ങനെ വിടുകയാണെന്ന്. ഇതുപോലെ തന്നെയാണ്. ഇതേ ചോദ്യം അവിടെയും ഉണ്ട്. എങ്കിൽ നീതിമാനായ ഒരു ദൈവം, സ്നേഹവാനായ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ദൈവത്തിന് പ്രധാനമായും 4 സ്വഭാവ വിശേഷങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും: നീതി, ന്യായ, സ്നേഹം, ശക്തി, ജ്ഞാനം. ഇങ്ങനെ ഉള്ള ഒരു ദൈവം, ആ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിത്യദണ്ഡന സ്ഥലം, അനന്തകാലം മനുഷ്യനെ ഈ ഭൂമിയിൽ അല്പകാലം ജീവിച്ചു, ഏറിയാൽ 80 വർഷം അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ അനന്തകാലം ഇങ്ങനെ ഒരു നിത്യദണ്ഡനത്തിൽ ആക്കുക എന്നുള്ളത് എങ്ങനെ ഒരു സ്നേഹവാനായ ദൈവത്തിന്, എന്ത് നീതിയുടെ പേരിലാണ് നീതിമാനായ ഒരു ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? ഇത് സ്വാഭാവികമായി ചോദ്യം. ഇങ്ങനെയുള്ള ആ ചോദ്യം സ്വയം ചോദിച്ചതിൻ്റെ പേരിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഈ വലിയ സത്യങ്ങൾ കണ്ടെത്താൻ എന്നെ സഹായിച്ചത്. അത് തന്നെയാണ്. അതാണ് ഞാൻ നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും അങ്ങനെ ഒരു ദണ്ഡന സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. ഏതാനും ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ദണ്ഡനം എന്നുള്ള ഒരു പ്രയോഗം വരുന്നുവെങ്കിൽ തീർച്ചയായും അത് ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പ്രയോജനപ്പെടും എന്ന് അനേക മതസ്ഥാപകരും മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ ഉള്ള ഒരു വേദിയായി, ഒരു മാർഗമായി അവർ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ അതിനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ വീണ്ടും അതിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു അനീതിയുടെ അനുഭവങ്ങൾ ലോകത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വലിയ സകല മനുഷ്യരെയും നിത്യജീവനിലേക്ക് ആനയിക്കണം, കൊണ്ടുവരണം. അവർ നിത്യായുഷ്മാന്മാരായി, സന്തോഷവാന്മാരായി അവർ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്ക്, അതിനായി ദൈവം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യൻ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള അനീതികൾ, ഇത് പാപത്തിന്റെ ഫലമാണ്
എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ അനീതികളും അതൊരു പാപം. ആ പാപം ആരംഭിച്ചത് മനുഷ്യ സൃഷ്ടിയിൽ, ഏദൻ തോട്ടത്തിൽ ആദ്യ പിതാവായിരിക്കുന്ന ആദാമില. അങ്ങനെ ആ ആദാം പാപം ചെയ്യുക വഴി അവന് ലഭിച്ച ശിക്ഷ മരണം. അപ്പൊ ഇന്ന് നാം കാണുന്ന എല്ലാ അനുഭവങ്ങളിലും അന്തിമമായി മരണത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുന്നതാണ്. അപ്പൊ അത് മരണത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഓരോരോ ചെറിയ അനുഭവങ്ങളാണ് ഇന്ന് നാം കാണുന്നത്. അപ്പൊ പാപമാണ് ഇതിനെല്ലാം എല്ലാം മൂല കാരണം. എങ്കിൽ ഇതിന് പരിഹാരം എന്താണെന്നുള്ളതാണ്. അപ്പൊ പാപത്തിന് ഉള്ള പരിഹാരം, അല്ലെങ്കിൽ പാപത്തിന്റെ ഫലമായ ശിക്ഷയ്ക്കുള്ള പരിഹാരം, ആ പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ നന്മ ചെയ്യാൻ അവനെ പഠിപ്പിക്കണം. അവൻ ആ നന്മ ചെയ്യാൻ അവനെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? അവൻ നന്മയും തിന്മയും എന്തെന്ന് തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം അവൻ മാനസികമായി വളരണം. അപ്പൊ തിന്മയെ വെറുത്ത്, ഈ ആയുസ്സിൽ ദൈവം തിന്മ അനുവദിച്ചിരിക്കുന്നത് ഈ കുറച്ചു കാലം, ഈ നമുക്ക് ഇപ്പോഴുള്ള ഈ ആയുസ് തിന്മയുടെ ഫലങ്ങൾ അനുഭവിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ എന്താ, പിന്നീട് നമുക്ക് നന്മയുടെ ഒരു കാലമുണ്ടാകും. ആ നന്മയുടെ കാലത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും തിന്മയുടെ അനുഭവങ്ങൾ എന്തായിരുന്നു. അതിനുശേഷം നമ്മുടെ മുൻപിൽ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുവരികയാണ്, നന്മയും തിന്മയും. ഇസ്രായേലിനോട് ദൈവം ചോദിച്ചു, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ശാപവും മരണവും വെക്കുന്നു, അനുഗ്രഹവും വെക്കുന്നു, നീ ഏത് തിരഞ്ഞെടുക്കും? നിന്റെ മുമ്പിൽ ഞാൻ ശാപവും അനുഗ്രഹവും വെക്കുകയാ, നീ ഏത് തിരഞ്ഞെടുക്കും? സ്വാഭാവികമായും ശാപത്തിന്റെ ഫലം അനുഭവിച്ചിട്ടുള്ളവർ പിന്നീട് ശാപം തിരഞ്ഞെടുക്കുകയില്ല, അനുഗ്രഹമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. നിന്റെ മുമ്പിൽ ഞാൻ ഇന്ന് ജീവനും മരണവും വെക്കുന്നു, നീ ഏത് തിരഞ്ഞെടുക്കും? ആദാം മുതൽ ഇന്ന് വരെ നാം കാണുന്നത്, അല്ലെ, ആദാം തിരഞ്ഞെടുത്തത് മരണമാണ്. എന്നാൽ പിന്നീട് ഒരു അവസരം ആദാമിന് ലഭിക്കുവാണെങ്കിൽ ഒരിക്കലും അവൻ ഈ മരണം തിരഞ്ഞെടുക്കുകയില്ല, അവൻ ജീവൻ തിരഞ്ഞെടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഈ അനീതിയുടെ ലോകം, അല്ലെ, നമുക്ക് ചുറ്റും ഈ അനീതികൾ നിലനിൽക്കുന്നത് അതിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുഭവജ്ഞാനത്തിൽ കൂടെ മനുഷ്യൻ തിന്മയെ വെറുക്കാൻ, നന്മയെ സ്വീകരിക്കാൻ അവൻ തയ്യാറാകണം. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ഒരു യന്ത്ര മനുഷ്യനായിരിക്കണം എന്നുള്ളതല്ല ദൈവത്തിന്റെ ആഗ്രഹം. വേണമെങ്കിൽ ദൈവത്തിന് അവനെ നന്മ മാത്രം സ്വീകരിക്കുന്നവനായി സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അതല്ല. നാം വിശേഷ ബുദ്ധിയുള്ളവരാ, തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അങ്ങനെ ഒരു സ്വതന്ത്ര മാനസം ഉള്ളവനായി, ഒരു സ്വതന്ത്ര വ്യക്തിയായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത്. അപ്പൊ ആദാം എന്ന ആദി പിതാവിൽ കൂടെയാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാ ആദാം എന്ന ആദി പിതാവിൽ കൂടെ നമ്മെ പരിശോധിക്കുന്നത്? അതൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്, ഒരു പ്രതിനിധിയാണ്. മനുഷ്യവർഗത്തിന്റെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധി എന്നുള്ള നിലയിലാണ് ആദാമിനെ ദൈവം പരിശോധിച്ചത്. കാരണം വ്യക്തിപരമായി ഇന്ന് നമ്മെ ആരെ പരിശോധിച്ചാലും നാം ദൈവത്തിന്റെ പൂർണ്ണതയുള്ള നിയമങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകുവാൻ, ആ രക്ഷയിലെത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നാം ഓരോരുത്തരും ഇപ്രകാരം വ്യക്തിപരമായ പരിശോധനയിൽ കൂടെ നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. എങ്കിൽ നമ്മെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് വ്യക്തിപരമായി തന്നെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഇവിടെ നാം ആദാം എന്ന ഒരുവനിൽ കൂടെ മനുഷ്യവർഗത്തെ പരിശോധിക്കുമ്പോൾ ആദാമിന് പറ്റിയ വീഴ്ച, പരാജയം, ആ ശിക്ഷയിൽ നിന്നും ആദാമിനെ മാത്രം മോചിപ്പിച്ചാൽ ആദാമിൽ കൂടെ മറ്റുള്ളവർ എങ്ങനെ പാപികളായി, അതുപോലെ തന്നെ ആദാമിന് വരുന്ന രക്ഷയുടെ പങ്കാളികളായി തീരുവാൻ മറ്റുള്ളവർക്കും സാധിക്കും. അതാണ് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ ഒന്നാം ആദാമല്ലേ മനുഷ്യവർഗത്തിന്റെ ആദി പിതാവായിരിക്കുന്ന ആദാം. ആ ആദാമിന് പകരമായി മറ്റൊരു വ്യക്തി, ആ ആദാമിന് പുതിയൊരു തലമുറയുടെ പിതാവായി ഈ ക്രിസ്തുവേശു എന്ന മറ്റൊരു വ്യക്തി, രണ്ടാം ആദാമിനെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആ രണ്ടാം ആദാമിൽ കൂടെ മനുഷ്യവർഗം മുഴുവൻ ജീവനിലേക്ക് അവരെ കൊണ്ടുവരിക. അത് എങ്ങനെയാണ് എന്നുള്ളത്,
അപ്പൊ ഇതിനുള്ള പ്രതിവിധി, അപ്പൊ നമുക്കറിയാം, ഒരു രോഗമുണ്ടായാൽ ആ രോഗത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കണം. ഇല്ലാതെ ആ രോഗം പൂർണ്ണമായും മാറുകയില്ല. നമുക്കറിയാം, പനി പലപ്പോഴും വരുന്നു. പനി വന്നാൽ നാം സാധാരണ ചെയ്യുന്നത് പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ പനി അത് മറ്റ് പല മാരകമായ രോഗങ്ങളുടെയും ആദ്യ ലക്ഷണമായിരിക്കാം. അപ്പോൾ ആ പനി താൽക്കാലികമായി ഒരു പാരസെറ്റമോൾ കൊണ്ട് മാറി എന്നുള്ളത് കൊണ്ട് നമ്മെ ബാധിച്ചിരിക്കുന്ന ആ മാരകമായിരിക്കുന്ന രോഗത്തിന് അതിന് പ്രതിവിധി അല്ലത്. അപ്പോൾ ആ രോഗത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധിയാണ് ഒരു ഡോക്ടർ ചെയ്യേണ്ടത്. അതുപോലെയാണ് അതായത് യഹോവയായ ദൈവം, ആ വലിയ ഡോക്ടർ, ആ വലിയ ഭിഷഗ്വരൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ പാപത്തിന്റെ കാരണം അത് കണ്ടുപിടിച്ച് ആ ശിക്ഷയ്ക്കുള്ള പ്രതിവിധി അതാണ് ദൈവം പറഞ്ഞത്. ആദാം പാപം ചെയ്തപ്പോൾ, ആദാമിനെ ശിക്ഷിച്ചപ്പോൾ, ആദാമിനെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ആദാമിന്റെ ജീവന് പകരം മറ്റൊരു ജീവൻ ദൈവത്തിന് ലഭിക്കണം. ആ ജീവൻ എന്ന പാപമില്ലാത്ത ഒരു ജീവനായിരിക്കണം, നീതിമാനായ ഒരുവന്റെ ജീവനായിരിക്കണം. അങ്ങനെ ആദാമിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനും ഇപ്രകാരം ഒരു നീതിമാൻ, ആദാമിന്റെ പാപം ചെയ്യാതിരുന്ന ആദാമിന്റെ ജീവന് തുല്യമായ ജീവന്റെ അവകാശികളല്ല ആദാമിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യരും. അതുകൊണ്ട് അങ്ങനെ ഒരു ജനനം, അങ്ങനെ ഒരു വ്യക്തിയുടെ ജനനത്തിനു വേണ്ടിയാണ് ദൈവം ശ്രമിച്ചത്. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. അവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ മറിയയുടെ ആ ഗർഭപാത്രത്തിൽ ഉരുവായത് കേവലം മാനുഷികമായ ഒരു പിതാവിൽ നിന്നല്ല, ഒരു ജഡീയ പിതാവിൽ നിന്നല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തിയാൽ ഈ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ ശക്തിയാൽ രൂപപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ആദാമിനെ ഇപ്രകാരം ഒരു മാതാപിതാക്കളിൽ നിന്നുമല്ല ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ അപ്രകാരം മറ്റൊരു ജന്മം, മറ്റൊരു വ്യക്തിക്ക് കൂടെ ജന്മം കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അത് ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമല്ല. അതാണ് നാം കാണുന്നത്. അതുകൊണ്ട് ദൈവം കണ്ടെത്തിയ വഴി ഒരു സ്ത്രീയിൽ നിന്നും ഇപ്രകാരം ഒരു പുരുഷ ബന്ധമില്ലാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക. അതാണ് പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ ശക്തിയാൽ സൃഷ്ടിച്ച ദൈവം ആ മറിയയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശുവിന് ജന്മം കൊടുത്തു. ആ ശിശു ആണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവൻ ലോകത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ലോകത്തെ, മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം, സേവിയർ. അപ്പൊ ലോകത്തെ മുഴുവൻ മാനവരാശിയെയും, പ്രിയമുള്ളവരെ, എനിക്ക് പ്രത്യേകമായി പറയാനുള്ളതാ, ഇത് ഏതാനും ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു ഇവിടെ സകല മാനവരാശിക്കും വേണ്ടി, എന്നെ കേൾക്കുന്ന സകല മനുഷ്യരും മനസ്സിലാക്കുക, നിങ്ങളുടെ ജാതി മതം ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വർണ്ണ വർഗ ഭേദമില്ലാതെ സകലരെയും ജീവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ജനിച്ചത്. അതിനുവേണ്ടിയാണ് അവൻ മരിച്ചത്. അതിനെയാണ് മറുവില യാഗം എന്ന് പറയുന്നത്. ആ മറുവില യാഗം എന്ന് പറഞ്ഞാൽ തുല്യവില. ആരുടെ ജീവനാണ് തുല്യവില? ആദാമിന്റെ ജീവന് തുല്യമായ ആ ജീവന് തുല്യമായ മറ്റൊരു ജീവൻ നൽകിക്കൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. അപ്പൊ അവന്റെ ആ മരണം കൊണ്ട് ദൈവത്തിന്റെ നീതിക്കാണ് നിരപ്പ് വരുന്നത്. ദൈവനീതി എനിക്ക് നിരപ്പ് ലഭിക്കുക, അതല്ലെങ്കിൽ അത് സംതൃപ്തമാവുകയാ. ആദാമിന്റെ പാപത്തിന് പരിഹാരമായി അവൻ മറ്റൊരു ജീവൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഞാൻ ആദാമിനെ അവന്റെ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാം. അപ്പൊ സ്വാഭാവികമായും ആദാമിനെ ആ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ആ ആദാമിൽ കൂടെ ശിക്ഷ ലഭിച്ച സകല മനുഷ്യരും ആ മോചനത്തിന് അവകാശികളാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൈവം മറുവിലയിൽ കൂടെ. അപ്പൊ മറുവില എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം അത് നമ്മളൊരു മാർക്കറ്റ്, ഒരു കമ്പോളത്തിൽ നിന്നും ഒരു വസ്തു വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമാണ്. ഒരു കമ്പോളത്തിൽ നിന്നും ഒരു വ്യക്തി
ഒരു സാധനം വിലയ്ക്ക് വാങ്ങുന്നു. അപ്പൊ അതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്ത് ആരിൽ നിന്നുവാ? അപ്പൊ നാം വിലയ്ക്ക് വാങ്ങുന്നതിന് മുമ്പ് അത് മറ്റൊരാളുടെ സമ്പത്തായിരുന്നു, ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഇപ്പോൾ മനുഷ്യവർഗമെല്ലാം പിശാചിന്റെ സാത്താന്റെ അധീനതയിലാ, അവന് ദാസന്മാരാ. ഇപ്പൊ ഒരുവന്റെ ദാസനായിരിക്കുന്നവനെയാണ് മറ്റൊരുവൻ വിലയ്ക്ക് വാങ്ങുന്നത്. അങ്ങനെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങപ്പെട്ട അടിമ ഒരു അടിമയുടെ സ്വഭാവമാണ്. പണ്ട് കാലത്തെല്ലാം അടിമ കച്ചവടം നിലനിന്ന ഒരു കാലമുണ്ട്. ആ അടിമ കച്ചവടം നിലനിന്ന കാലത്തെ ഓർത്തുകൊണ്ടാ, അല്ലെങ്കിൽ ആ കാലത്തിന്റെ സാഹചര്യത്തിലാ ഇത് ഈ വാക്യം ഇവിടെ പറയുന്നത്. ഏതാ? അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, അവൻ നമുക്ക് മറുവിലയായി തീർന്നു. അപ്പൊ പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്ന ആ ദുഷ്ടന്റെ അധീനതയിൽപ്പെട്ട മനുഷ്യവർഗത്തെ അവരിൽ നിന്നും നമുക്കറിയാം എങ്ങനെയാണ് ആദാം പാപം ചെയ്തത്. പിശാചിന്റെ വാക്ക് കേട്ടിട്ടാ. ഹവ്വായോട് എന്താ പിശാച് പറഞ്ഞത്? നീ ഈ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കയില്ല, നീ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് ദൈവവചനത്തിന് വിരുദ്ധമായി ഹവ്വയോട് പറഞ്ഞുകൊണ്ട് അവളെ അതിന് പ്രലോഭിപ്പിച്ചുകൊണ്ട് അവളെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവനാ പിശാച്. അങ്ങനെ മനുഷ്യവർഗം ഒന്നടങ്കം ആ പിശാചിന്റെ അധീനതയിലായിപ്പോയി. ഇന്ന് നാം അറിയാം, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നാ പറയുന്നത്. ഈ 3 വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ പിശാചിന്റെ അടിമകളായിരുന്ന ആ മനുഷ്യവർഗത്തെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങുകയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ വിലയ്ക്ക് വാങ്ങുവാൻ അവൻ എന്താണ് നൽകുന്നത്? മറ്റൊന്നുമല്ല. അവന് നൽകാൻ അവന്റെ കയ്യിൽ മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ ദൈവം തൃപ്തിപ്പെടുന്നത് ഒരു ജീവനാണ്. ആ ജീവൻ എന്നുള്ളത്, നമ്മുടെ ജീവൻ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ രക്തത്തിലാണ്. അതുകൊണ്ടാണ് ക്രിസ്തു അവന്റെ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുന്നത്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന് അപ്പോസ്തലൻ നമ്മൾ പറയാം. പത്രോസ് അപ്പോസ്തലൻ പറയാം, പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന, അത് ഈ ലോകപ്രകാരം വിലയേറിയ വസ്തുക്കളാണ്. ഇന്നൊക്കെ നമുക്കറിയാം സ്വർണത്തിന്റെ, പൊന്നിന്റെ ഒക്കെ വില എന്താ. പക്ഷെ ഇത്രയേറെ വിലയുള്ള ഒരു വസ്തുവിനും നമ്മുടെ മനുഷ്യ ജീവിതത്തോട് വിലയിടാൻ സാധിക്കില്ല. മനുഷ്യന്റെ ജീവന് തുല്യമാകയില്ല. ഒരു കൊട്ട പൊന്നു നിങ്ങൾ ഒരുക്കി വെച്ചാലും നമ്മുടെ ജീവൻ അത് തുല്യമാവുകയില്ല. അത് നാം മനസ്സിലാക്കുക. നാം ഒരു തുലാസിൽ, ഇവിടെ നമുക്കറിയാം ഗുരുവായൂരൊക്കെ പോയി തുലാഭാരം നടത്തുന്നുണ്ട്. നാം ഒരു തട്ടിൽ ഇരിക്കുകയും മറുതട്ടിൽ വയ്ക്കാവുന്നിടത്തോളം സ്വർണം എടുത്തു വെച്ചാലും നമ്മുടെ ജീവൻ എന്ന ത്രാസ് പൊക്കിക്കൊണ്ടുവരാൻ ഈ സ്വർണത്തിന് സാധിക്കുകയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവന് പകരം എന്ന് പറയുന്നത് മറ്റൊരു ജീവൻ മാത്രമാണ്. അപ്പൊ സ്വർണം, വെള്ളി മുതലായ വിലയേറിയ വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുയേശുവിന്റെ ആ നിർമ്മലമായിരിക്കുന്ന ആ രക്തം കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ ആ രക്തം നമുക്കറിയാം, കാൽവറിയിൽ ക്രിസ്തു ചൊരിഞ്ഞ രക്തം, അത് ദൈവ നീതിക്ക് തൃപ്തിയായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്രകാരം വീണ്ടെടുത്ത ആ മനുഷ്യവർഗം ഇത് ഒരു ദൈവവുമായി, അപ്പൊ ഈ വീണ്ടെടുപ്പ് കൊണ്ട് അല്ലെങ്കിൽ മറുവില കൊണ്ട് ഉണ്ടാകുന്ന അനുഭവം എന്താ? ദൈവവുമായി ഒരു നിരപ്പിലെത്താൻ സാധിക്കുന്നു. അപ്പൊ എന്താ നിരപ്പ്? ദൈവവുമായി വളരെ അകൽച്ചയിലായിരുന്നു മനുഷ്യർ. കാരണം ദൈവത്തിന് ഒരിക്കലും പാപത്തോട് ഒരു സന്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല. പാപവുമായി ദൈവം ഒരിക്കലും സന്ധി ചെയ്യാത്തവനാണ്. അപ്പൊ പാപമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ അത് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ നിരപ്പിക്കുവാൻ തക്കവണ്ണം അവൻ യോഗ്യനായി തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത്, യേശു ക്രിസ്തു മനുഷ്യവർഗത്തിനെയും ദൈവത്തിന്റെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ സഭകൾ ഇതിനെല്ലാം വിരുദ്ധമായി നിരവധി മധ്യസ്ഥന്മാരെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുക, ഈ സഭകൾ ചെയ്യുന്നത് എന്താ? ഓരോരോ വ്യക്തികൾ മരിച്ചു കഴിയുമ്പോൾ പലരെയും അവരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുകയാണ്. അതിന് മുന്നോടിയായി അവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം എന്തിനാ? ഇവരെ മധ്യസ്ഥന്മാരായി പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാ. അങ്ങനെ മധ്യസ്ഥന്മാരായി നിർത്തിയാൽ മാത്രമേ
സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ മധ്യസ്ഥന്മാർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യേശുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഇടനിൽക്കുമെന്ന് പറയുന്നത്. യേശുവിന്റെയും നമ്മുടെയും മധ്യേ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നമുക്ക് തുറന്ന മനസ്സോടുകൂടി നമുക്ക് കർത്തൃ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം പ്രിയമുള്ളവരെ. അതിനുള്ള അനുവാദമുണ്ട്. ഞാൻ വാതിലാകുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞത്. ഞാൻ വാതിലാകുന്നു പിതാവിന്റെ അടുക്കൽ, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് ചെല്ലുവാനുള്ള വാതിൽ, ഏക വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാ. ഈ സത്യം വിസ്മരിച്ചുകൊണ്ട് അവരിടയ്ക്ക് മറ്റൊരു ഇടനിലക്കാരനെ ഉണ്ടാക്കുക. ഈ യേശുവിന്റെ അടുക്കൽ എത്താൻ വേറൊരു മധ്യസ്ഥൻ വേണമെന്ന്. എന്തിനാ? ഈ മധ്യസ്ഥന്മാരെയൊക്കെ പൂജിക്കുമ്പോൾ അവർക്കൊക്കെ നേർച്ചകളും വഴിപാടുകളും പെരുന്നാളുകളും കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക ലാഭം, വരുമാനമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അപ്പൊ അതല്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും വേണ്ട, നമ്മുടെ മനസ്സ് മാത്രം മതി. നമ്മൾ അർപ്പിക്കുന്ന ഒരു യാഗവും ദൈവത്തിന് ആവശ്യമില്ല പ്രിയമുള്ളവരെ. അവൻ ആഗ്രഹിക്കുന്ന നമ്മുടെ യാഗമെന്ന് പറയുന്നത് താഴ്മയും വിനയവുമുള്ള, അനുസരണയുള്ള ഒരു ഹൃദയമാ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്നാ കർത്താവ് പറയുന്നത്. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. അപ്പൊ താഴ്മയും വിനയവും അനുസരണയുമുള്ള ഒരു ഹൃദയത്തിന് നാം ഉടമകളാണെങ്കിൽ ആ ഹൃദയവുമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. യാതൊരു സംശയവുമില്ല. നമ്മുടെ രക്ഷകനായിരിക്കുന്ന, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ സമീപത്തേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. യാതൊരു സംശയവുമില്ല. അവന് വേണ്ടത് താഴ്മയുള്ള ഒരു ഹൃദയം. നമ്മുടെ തെറ്റുകളെ കുറിച്ച്, നമ്മുടെ കുറ്റങ്ങളെ കുറിച്ച്, നമ്മുടെ കുറവുകളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുന്ന അങ്ങനെ ഒരു ബോധവാനായിരിക്കുന്ന ഒരു ഹൃദയം അതുണ്ടായാൽ മതി. അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പൊ ഇനി ഇങ്ങനെയുള്ള മറുവില യാഗം കൊണ്ട് നാം മനസ്സിലാക്കുക എന്താണ് ഈ മറുവില യാഗം എന്നുള്ളത്. ഇത് ഈ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവാണ്. നമ്മളത് മനസ്സിലാക്കണം. ക്രിസ്തുയേശുവിന്റെ മറുവില യാഗം ഇത് ദൈവം മനുഷ്യവർഗത്തിന് രക്ഷയിലെത്താനുള്ള, നിത്യജീവൻ പ്രാപിക്കാനുള്ള ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവാണ്. അപ്പൊ ഈ കേന്ദ്രബിന്ദു ഇതായിരിക്കെ ഇന്ന് അനേകരും പറയുന്നത് എന്താ? നമുക്ക് രക്ഷ പ്രാപിക്കാൻ, ജീവൻ പ്രാപിക്കാൻ എന്താ? അത് ക്രിസ്തുവിനെ വിശ്വസിക്കണം. അത് ഏതാനും ചിലർക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ ഈ ആയുസ്സിൽ അറിയുവാനും അവനെ സ്വീകരിക്കുവാനും അവനെ രക്ഷിതാവായി ഉൾക്കൊള്ളുവാനും കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ജീവന്റെ അവകാശമുള്ളൂ. ഇനി അവർക്കുള്ള ജീവന്റെ അവകാശവും ഇവരെന്താ പറയുന്നത്? ഇവർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അങ്ങനെയുള്ളവരെ അല്ലാത്തവരെ മുഴുവൻ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് തള്ളിയിടും എന്നാ ഇവര് പറയുന്നത്. ഈ ആയുസ്സിൽ ക്രിസ്തുവിനെ അനുസരിക്കുവാൻ അറിയുവാൻ അവസരം കിട്ടാത്തവരെല്ലാം നിത്യശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകും എന്നാണ് നമ്മുടെ ഈ ക്രൈസ്തവ മതപണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതെത്രയോ വികലമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ ചിന്തിക്കുക. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിൽ എന്നിട്ട് ആ രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗം ഏകമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. ഇതായിരിക്കെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരം ഈ ആയുസ്സിൽ, അല്ലെങ്കിൽ മനുഷ്യവർഗം ഉണ്ടായിട്ട് 6000 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ 6000 വർഷക്കാലം ജനിച്ച് ജീവിച്ച് മരിച്ച എത്ര പേർക്ക് ക്രിസ്തുവിനെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്? അങ്ങനെ അറിയാൻ ഉള്ള അവസരം ലഭിക്കാതെ മരിച്ചുപോയ, മൺമറഞ്ഞ ഈ ജനകോടികൾ, ഇവരെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞില്ല എന്നുള്ളതിന്റെ പേരിൽ നിത്യശിക്ഷാവിധിക്ക് വിധേയരാകും എന്ന് പഠിപ്പിക്കുന്നത് അതും ദൈവനീതിക്ക് നിരക്കുന്നതല്ല. നീതിമാനായ ഒരു ദൈവത്തിൽ ആരോപിക്കാവുന്ന ഒന്നല്ല ഇങ്ങനെ ഒന്ന്. അപ്പൊ ദൈവം നീതിമാനാണെങ്കിൽ സകല മനുഷ്യർക്കും, ഞാൻ പറഞ്ഞു, ആദാമിന് വേണ്ടിയാണ് ക്രിസ്തു മരിക്കുന്നതെങ്കിൽ, ആദാമിന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതെങ്കിൽ, ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യവർഗത്തിനും
ക്രിസ്തുവിൽ കൂടെ ജീവൻ പ്രാപിക്കാനുള്ള അവസരം കൊടുക്കണം. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ഉത്തരവാദിത്വമല്ല. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ നോക്കുക, ഇത്ര വലിയൊരു പദ്ധതി ദൈവം തന്റെ ഏകജാതനായ പുത്രന് നൽകിയെന്ന പറയുന്നത്. അവൻ ലോകത്തെ അവൻ സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതാ പറഞ്ഞത്. അപ്പൊ മുഴുവൻ ലോകത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, ജീവനിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷ എന്ന് പറയുന്നത് അതാ, അതിനെ കൊണ്ടുവരുവാൻ ദൈവം ഇത്ര ബൃഹത്തായ ഒരു പദ്ധതിയാ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുക, ഏതാനും പേർക്കേ ഇതിനുള്ള അവസരം കിട്ടുമെന്നുള്ളൂ. ക്രിസ്തുവിനെ അറിയാതെ മരിച്ചു പോയിരിക്കുന്ന, മൺമറഞ്ഞിരിക്കുന്ന ജനകോടികളുണ്ട്. അത് അവരുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല. ക്രിസ്തുവിന്റെ കാലത്ത് തന്നെ, ക്രിസ്തു എന്താ 3.5 വർഷക്കാലം അവനിവിടെ സുവിശേഷീകരണം നടത്തി, പ്രേക്ഷിത വേല നടത്തി. ആ 3.5 വർഷക്കാലം ക്രിസ്തു പറഞ്ഞു, തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ പോകാനാ പറഞ്ഞു. നിങ്ങൾ ജാതികളുടെ അടുക്കൽ കടക്കരുത്, ശമര്യയുടെ പട്ടണത്തിൽ പോകരുത്. അങ്ങനെ ഇസ്രയേൽ ഒഴികെ മറ്റൊരു ജാതിക്കും ക്രിസ്തുവിനെ കേൾക്കാനുള്ള അവസരമൊന്നില്ലായിരുന്നു. എങ്കിൽ അവർ എങ്ങനെ രക്ഷ പ്രാപിക്കും? അവർക്ക് ക്രിസ്തുവിനെ അറിയുവാനുള്ള അവസരം വേണ്ടേ? നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞത്, നമുക്കറിയാം, ഇടുക്കി എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആർച്ച് ഡാം. ആ ഡാമിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നതിന് എത്രയോ കിലോമീറ്ററുകൾ കിടക്കുന്നു. ഇങ്ങനെ 3 ഡാമുകൾ ചേർന്നിട്ടാണ് ഈ ഇടുക്കി റിസർവോയർ ഉണ്ടാകുന്നത്. ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി രൂപീകരിച്ചതിന് ശേഷം ആ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, ഇടുക്കി ടൗണിൽ മാത്രം, ചെറുതോണി ടൗണിൽ മാത്രം ഉള്ളവർക്ക് വൈദ്യുതി കിട്ടത്തക്കവണ്ണം ഒരു കാര്യമേ ആ ഡാമിൽ നിന്നും അതിനുള്ള വൈദ്യുതിയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ പവർ ഹൗസ് മൂലമറ്റത്താ, വളരെ 10-25 കിലോമീറ്റർ താഴെയാ. അവിടേക്ക് വെള്ളം ഒഴുകി വന്നിട്ടാ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് മൂലമറ്റത്തോ തൊടുപുഴയിലോ ഉള്ള പട്ടണങ്ങളിൽ മാത്രമേ ഇതുകൊണ്ട് വൈദ്യുതിക്കുള്ള സൗകര്യം ഉണ്ടാവൂ, കിട്ടൂ എന്നാണെങ്കിൽ ഇത്ര വലിയ പദ്ധതിയുടെ പ്രയോജനം എന്താ? ഇതുപോലെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഇതുപോലെയാ ക്രിസ്തു, അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താ നമുക്ക് വേണ്ടി അവൻ ദാനമായി നൽകിയത്. അങ്ങനെ നൽകിയ ക്രിസ്തുവിന്റെ ബലിമരണം കൊണ്ട്, അവന്റെ മറുവിലെ യാഗം കൊണ്ട് വിരലിൽ എണ്ണാവുന്ന അങ്കുലി പരിമിതമായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് രക്ഷയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പാളിപ്പോയില്ലേ? അത് പരാജയപ്പെട്ടില്ലേ? നമ്മളൊന്ന് ചിന്തിക്കുക. എന്നാൽ സകല മനുഷ്യർക്കും, ഇനി അത് എങ്ങനെയാണെന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. സകല മനുഷ്യർക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണം എന്താണ് എന്നുള്ള ആ വസ്തുത നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ മനുഷ്യനെ ഇപ്രകാരം ഈ ജീവന് പ്രാപിക്കാൻ അവകാശികളാക്കി ദൈവം ഒരു അവസരം കൊടുക്കും. ക്രിസ്തുയേശുവിന്റെ ആ യാഗത്തെക്കുറിച്ചും മറുവിലെക്കുറിച്ച് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ സകല മനുഷ്യർക്കും ജീവ കാരണമായ നീതീകരണമായി തീർന്നു. അപ്പൊ സകല മനുഷ്യർക്കും ജീവ കാരണമായ നീതീകരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിത്യജീവൻ കിട്ടുമെന്നുള്ളതല്ല. ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന അവസരം അവർ വിനിയോഗിക്കണം. അതായത് അതിനവരെ എവിടെയാ? അവരെ മരണത്തിന്റെ, പാതാളത്തിന്റെ എന്ന് പറഞ്ഞാൽ ശവക്കുഴിയുടെ, ഷിയോലിന്റെ ആ അവസ്ഥയിൽ നിന്നും, ഇല്ലായ്മയുടെ അവസ്ഥയിൽ നിന്നും അവരെ ക്രിസ്തുയേശുവിന്റെ ശബ്ദത്തിങ്കൽ കല്ലറകളുള്ളവർ പുനരുത്ഥാനം ചെയ്യുന്ന നാഴിക വരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ പുനരുത്ഥാനം വഴി മുഴുവൻ മനുഷ്യവർഗത്തെയും ജീവനിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ജീവന്റെ വചനങ്ങൾ ഉപദേശിച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് രക്ഷയുടെ ഭാഗം എന്ന് പറയുന്നത്, രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. ഈ രക്ഷാകര പദ്ധതിക്ക് 2 ഭാഗങ്ങളുണ്ട് പ്രിയമുള്ളവരെ. അതിന് തിരഞ്ഞെടുപ്പിൻ രക്ഷയെന്നും സൗജന്യ രക്ഷയുമെന്നാ പറയുന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിൻ രക്ഷ എന്ന് പറയുന്നത് ഈ കാലത്ത് നടക്കുന്ന, അതിനെക്കുറിച്ച് നാം അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. നമുക്ക് ആ വിഷയം അടുത്ത ദിവസം നമുക്ക് പ്രതിപാദിക്കാം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നൽകാനുള്ള വാഗ്ദാനങ്ങൾ മറ്റൊന്നുമല്ല.
ഇന്ന് അനേകരും പറയുന്നത് പോലെ നിങ്ങളുടെ രോഗം മുഴുവൻ മാറും, നിങ്ങളുടെ ദുഃഖം മുഴുവൻ മാറും, നിങ്ങളുടെ കടക്കണികളിൽ നിന്ന് മുഴുവൻ നിങ്ങൾ ഒഴിവാകും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ. ഇങ്ങനെയുള്ള വ്യർത്ഥമായ ഒരു വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നൽകാനില്ല എന്റെ പക്കൽ. എനിക്ക് നൽകാനുള്ളത് കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ വചനങ്ങൾ മാത്രമാണ്. ആ നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആ വിഷയം. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക, നിങ്ങൾ സകലത്തിനും വചനം നിങ്ങളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ ഇന്നത്തെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.